ഈ സമയവും കടന്നു പോകും. ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും. കാലം മുമ്പോട്ട് തന്നെ പോവും. നമ്മളും അറിവായാലും ധനമായാലും ഭൂമിയായാലും വീടായാലും എന്തായാലും എല്ലാം വെട്ടിപ്പിടിക്കുന്ന, എല്ലാം നേടാൻ ശ്രമിക്കുന്ന നമ്മളുടെ ഇന്നത്തെ ഈ ലൈഫിന് ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഉണ്ട്. നമ്മൾ വെട്ടിപ്പിടിച്ചതെല്ലാം, സമ്പാദിച്ചതെല്ലാം അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, വിശ്രമിച്ചുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കാനുള്ള ഒരു വിശ്രമ ജീവിതം, റിട്ടയർമെൻറ്റ് ലൈഫ്. ആ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വാദികരമാക്കാൻ ഇപ്പോൾ തന്നെ നല്ല പ്ലാനിങ് വേണം. അങ്ങനെ നല്ല ബാങ്ക് ബാലൻസോട് കൂടിയ മാസം മാസം ഒരുവിധം നല്ല പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് 2004 ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. ഇത് 2009 മെയ് 1 മുതൽ ജനറൽ പബ്ലിക്കിന്, അതായത് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കം റിട്ടയർമെൻറ്റ് പ്ലാനാണ് NPS. എല്ലാ പൗരന്മാരുടെയും സേഫ് റിട്ടയർമെൻറ്റ് കണക്കാക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ NPS എന്ന ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ NPS എന്ന് പറഞ്ഞല്ലോ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള PFRDA, അതിൻ്റെ കീഴിലുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ് NPST. ഈ NPST ആണ് NPS എന്ന ഈ സ്കീമിൻ്റെ എല്ലാ ആസ്തികളുടെയും രജിസ്റ്റേർഡ് ഓണർ. പ്രധാനമായും 3 കാരണങ്ങളാണ് ഒരു NPS സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. ഒന്നൊരു ഡിസിപ്ലിനറി ഇൻവെസ്റ്റ്മെൻറ്റ്, 2 ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനുപയോഗിക്കാനാണ് എന്നുള്ള വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവണം. അടുത്തത് ഒരു സേഫ് റിട്ടയർമെൻറ്റ് പ്ലാൻ, അതായത് സേഫായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള 3 കണ്ടീഷനുകൾ ഒരുമിച്ച് വരുന്ന ഒരു സ്കീമാണ് NPS. ഇനി ആർക്കൊക്കെ NPS സ്റ്റാർട്ട് ചെയ്യാം? 18-നും 65-നും ഇടയിൽ പ്രായമുള്ള ഓരോ ഇന്ത്യൻ പൗരനും നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഹസ്ബൻഡിനും വൈഫിനും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു സിംഗിൾ പേഴ്സണാണ് NPS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരാൾക്ക് ഒന്നിലധികം NPS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കില്ല. ഒരാൾക്ക് ഒരേ ഒരു NPS അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കുള്ളൂ. ഇനി എങ്ങനെ NPS അക്കൗണ്ട് തുടങ്ങാം? NPS അക്കൗണ്ട് ഓൺലൈനായും തുടങ്ങാൻ പറ്റും, ഓഫ്ലൈനായും തുടങ്ങാൻ പറ്റും. ഓൺലൈനായി നമുക്ക് NPSൻ്റെ സൈറ്റിൽ കയറി നമ്മുടെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് നാഷണൽ പെൻഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ്ലൈനായിട്ട് നമുക്ക് നമ്മുടെ ബാങ്കുകൾ വഴി ബാങ്കിൽ ചെന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് NPS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ NPS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും പാൻ കാർഡ് ഉണ്ടാവുമായിരിക്കും, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. ഇതുപോലെ തന്നെ ഒരു പ്രാൺ കാർഡ് നമുക്ക് കിട്ടും, പെർമനൻറ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ. അതാണ് പ്രാൺ കാർഡ്. പാൻ കാർഡിലെ പോലെ തന്നെ നമ്മുടെ ഫോട്ടോ, അതുപോലെ ഒരു നമ്പർ, ഇതെല്ലാം കൂടി ഒരു കാർഡ് രൂപത്തിലുള്ളൊരു സംഭവം ഓഫ്ലൈനായി തന്നെ നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് വരും. ഈ ഒരു പ്രാൺ കാർഡാണ് NPS അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രൂഫ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, നമ്മൾ മാസം ഒരു തുക നമ്മുടെ പെൻഷന് വേണ്ടി NPS എന്ന ഒരു സ്കീമിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതൽ റിട്ടേൺ വരുന്നത്? ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരുപാട് ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഈ ഫണ്ട് മാനേജർമാരാണ് നമുക്ക് വേണ്ടി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 സെക്ടറുകളിലായിട്ടാണ് നമ്മുടെ NPSലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. AECG, ഇതാണ് 4 സെക്ടറുകൾ. A എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അടക്കമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇതുള്ളത്. നെക്സ്റ്റ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റിങ്ങിൽ നല്ല ഷെയറുകളിലേക്ക് നമ്മുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്തും റിസ്ക് ഉണ്ട്, പക്ഷേ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോലെയുള്ള ഹൈ റിസ്ക് അല്ല ഉള്ളത്. ഇനി അതിനേക്കാൾ താഴെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, കോർപ്പറേറ്റ് സെക്ടറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിന് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. AECG, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ട്സ്, പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇങ്ങനെ 4 രീതിയിലാണ്, 4 സെക്ടറുകളിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഈ 4 സെക്ടറുകളും റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ എമൗണ്ടുകൾ ഈ സെക്ടറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു നമുക്ക് വേണ്ടി ഫണ്ട് മാനേജേഴ്സാണ്. ഏതൊക്കെ ഫണ്ട് മാനേജേഴ്സ് ആണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഈ ടേബിളിനകത്ത് കാണാം. ഇനി എങ്ങനെയാണ് ഈ
ഇ സി ജി എന്ന സെക്ടറുകളിലേക്ക് എത്ര വീതം ഫണ്ട്, അതായത് നമ്മളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എത്ര പോർഷൻ ഒരു സെക്ടറിലേക്ക്, എത്ര പോർഷൻ ഇക്വിറ്റിയിലേക്ക്, എത്ര പോർഷൻ കോർപ്പറേറ്റ് ബോണ്ടിലേക്ക്, എത്ര പോർഷൻ ഗവൺമെൻറ്റിലേക്കൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നതിന് 2 ചോയ്സുകളാണുള്ളത്. ഒന്ന് ആക്റ്റീവ് ചോയ്സ്, പിന്നൊന്ന് ഓട്ടോ ചോയ്സ്. ആക്റ്റീവ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തീരുമാനിക്കാം ഈ സെക്ടറുകളിൽ ഏതൊക്കെ സെക്ടറുകളിൽ എത്ര പെർസെൻറ്റേജ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളത്. ഓൾട്ടർനേറ്റ് സെക്ടർ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് സെക്ടർ അതിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ വെറും 5% മാത്രമാണ്. ഇനി അടുത്തത് ഇക്വിറ്റി സെക്ടർ. ഇക്വിറ്റി സെക്ടറിലാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 75% മാത്രമേ മാക്സിമം ഇക്വിറ്റി സെക്ടറിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി CNG നമുക്ക് മാക്സിമം 100% തന്നെ ഈ 2 സെക്ടറുകളിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന 75% 50 വയസ്സ് വരെ മാത്രമാണ്. 50 വയസ്സിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 75% എന്നുള്ളത് 2.5% വീതം താഴേക്ക് കുറഞ്ഞു വരും. നമുക്കത് ഈ ടേബിളിലൂടെ വ്യക്തമാക്കാം. ഇനി അടുത്തത് ഓട്ടോ ചോയ്സ്. ഓട്ടോ ചോയ്സിൽ 3 ലെവലുകളിലാണ് ഉള്ളത്. ഒന്ന് അഗ്രസീവ് ലൈഫ് സൈക്കിൾ ഫണ്ട്, പിന്നൊന്ന് മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ഫണ്ട്, പിന്നൊന്ന് കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ ഫണ്ട്. എന്ന് വെച്ചാൽ അഗ്രസീവ് ലൈഫ് സൈക്കിൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹൈ റിസ്കി ആയിട്ടുള്ള ഏരിയകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടിയിട്ടും, മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കും വേണ്ട എന്നാൽ വലിയ നഷ്ടം സംഭവിക്കാനും പാടില്ല, ഒരു മിതമായ ആളുകൾക്ക് മിതമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് മോഡറേറ്റ്. ഇനി തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണ് കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നതാണ് നമുക്ക് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അഗ്രസീവ് മെത്തേഡിൽ നിന്ന് കുറച്ച് റിസ്ക് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് മോഡറേറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക് എടുക്കാം ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് മോഡറേറ്റിൽ നിന്ന് അഗ്രസീവ് മെത്തേഡിലേക്ക് മാറണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സാധിക്കുമോ? തീർച്ചയായും അത് സാധിക്കും. ഇത് സാധിക്കുന്നത് ഒരു വർഷത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2 തവണ നമുക്കിതുപോലെ സ്വിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഫണ്ട് മാനേജേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1 തവണ മാത്രമാണ് ഫണ്ട് മാനേജേഴ്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 60 വയസ്സാണ് ഇതിൻ്റെ ലോക്കിൻ പീരീഡ്. 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 70 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും കണ്ടിന്യൂ ചെയ്യാം. 60 വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയിട്ട് 70-ാം വയസ്സ് മുതൽ പെൻഷൻ കിട്ടുന്ന രീതിയിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇനി NPSൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 60 വയസ്സാണ് ലോക്കിൻ പീരീഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 60 വയസ്സിന് മുമ്പ് നമുക്കിതൊന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുമോ? 60 വയസ്സിന് മുമ്പ് നമുക്ക് ഈ സ്കീമിൽ നിന്നും എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ സാധിക്കുള്ളൂ. ഒന്നാമത്തെ നിബന്ധന നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തെ നിബന്ധന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ കോർപ്പസ് അല്ലെങ്കിൽ ടോട്ടൽ ലംസം എമൗണ്ട് എത്രയാണോ അതിൻ്റെ 20% മാത്രമാണ് നമുക്ക് എക്സിറ്റ് ആയിട്ട് പോരുമ്പോൾ പിൻവലിക്കാൻ പറ്റുള്ളൂ. ബാലൻസ് എമൗണ്ട് ആനുറ്റി പ്ലാനിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അത് കൃത്യം കാലാവധി 60 വയസ്സ് കഴിയുന്ന സമയത്ത് പെൻഷൻ ഫണ്ടിലേക്ക് പോയി അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയും അന്നേരം നമുക്ക് വിഡ്രോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഇതിൽ ചില ഇളവുകളുണ്ട്. നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെ ഉള്ളൂ ആകെ എങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ടും വിഡ്രോ ചെയ്യാം. 60 വയസ്സ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 60-ാം വയസ്സിലോ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 60% മാത്രമാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബാലൻസ് എമൗണ്ട് എത്രയാണോ ആ ബാലൻസ് എമൗണ്ട് ആനുറ്റി പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ പെൻഷൻ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 60 ലക്ഷം രൂപ വരെ മാത്രമേ നമുക്ക് 60 വയസ്സോ 60 വയസ്സ് കഴിഞ്ഞാലോ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം രൂപയേക്കാൾ താഴെയാണെങ്കിൽ ഇത് മുഴുവൻ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. ആനുറ്റി പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പാർഷ്യൽ വിഡ്രോവലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഫണ്ടിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. പാർഷ്യൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു നിശ്ചിത തുക അതിൽ നിന്നും വിഡ്രോ ചെയ്യുക. NPS ഡെപ്പോസിറ്റിൽ നിന്നും വിഡ്രോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി എത്രയാണോ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. പാർഷ്യൽ വിത്ഡ്രോവൽ നടത്തുന്നതിനും ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന നമ്മൾ NPSലെ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മിനിമം 3 വർഷം കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തെ നിബന്ധന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് അതായത് ടോട്ടൽ ലംസം എമൗണ്ടിൻ്റെ 25% മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത നിബന്ധന നമ്മുടെ ടോട്ടൽ പീരീഡ് 60 വയസ്സ് വരെയാണെങ്കിൽ 60 വയസ്സ് അതാണല്ലോ നമ്മുടെ പീരീഡ്. ആ ഒരു ലോക്കിൻ പീരീഡിൽ മാക്സിമം 3 തവണ മാത്രമേ പാർഷ്യൽ വിഡ്രോവൽ അനുവദിക്കുന്നുള്ളൂ. നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിഡ്രോവൽ സമ്മതിക്കുള്ളൂ. അത് മക്കളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, വീട് വാങ്ങാൻ വേണ്ടിയോ വീട് പണിയാൻ വേണ്ടിയോ
ഇങ്ങനെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പാർഷ്യൽ വിഡ്രോവൽ അനുവദിക്കുകയുള്ളൂ. ഇനി ഇതിൽ 2 സെപ്പറേറ്റ് കാറ്റഗറികളുണ്ട്, Tier 1, Tier 2. നമ്മൾ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ Tier 1 കുറിച്ചാണ്. അപ്പോൾ Tier 1 ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 60 വയസ്സ് വരെയുള്ള ലോക്കിൻ പീരീഡ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിനെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. വിഡ്രോവൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സ് ഇളവ് കിട്ടുന്ന ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. അതായത് സെക്ഷൻ 80C പ്രകാരം നമുക്ക് നോർമലി 1,50,000 രൂപ കിട്ടും. 1,50,000 പുറമെ 50,000 രൂപ കൂടെ എക്സ്ട്രാ നമുക്ക് ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി ഈ NPS എന്ന സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. Tier 2 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു സേവിങ്സ് കം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് Tier 2 എന്ന് പറയുന്ന NPS സിസ്റ്റത്തിലൂടെ വരുന്നത്. അതിനകത്ത് ടാക്സ് ബെനിഫിറ്റ്സ് ഇല്ല. എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. വിഡ്രോവലിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു ലോക്കിൻ പീരീഡും ഇല്ല. സാധാരണ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് Tier 2. Tier 1 അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ Tier 2 അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് പെൻഷൻ കാൽക്കുലേറ്ററിനെ കുറിച്ച് നോക്കാം. നമ്മുടെ npstrust.org.in എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ ഈ ഒരു ടൂൾ നമുക്ക് കാണാം. ഒരു 25 വയസ്സുള്ള ഒരാളുടെ ഡീറ്റെയിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 95 ജനിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് 25 വയസ്സായിരിക്കും. 35 വർഷം ആൾക്ക് NPSൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അദ്ദേഹം 5,000 രൂപ വീതമാണ് മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ ആവറേജ് 10% ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺ. 40% ആനുവിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 60 വയസ്സാവുന്ന സമയത്ത് 60% എമൗണ്ട് എത്രയാണോ അത് വിഡ്രോ ചെയ്യും. ബാലൻസ് 40% ആയിരിക്കും ആനുവിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം 1,91,41,384 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അന്ന് കോമ്പൗണ്ടിങ് മെത്തേഡ് ഉപയോഗിച്ച് അദ്ദേഹത്തിൽ ടോട്ടൽ വന്ന് നിൽക്കുന്ന എമൗണ്ട് 1,91,41,384 രൂപയായിരിക്കും. 21 ലക്ഷം രൂപയായിരിക്കും അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക. 60% അദ്ദേഹം 60 വയസ്സ് കഴിയുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്നു. അതായത് 1,14,84,830 രൂപ വിഡ്രോ ചെയ്താൽ ബാലൻസ് എമൗണ്ട് 76,56,554 രൂപ ആനുവിറ്റി സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഓരോ മാസവും 38,283 രൂപ പെൻഷനായിട്ട് കിട്ടും.